ഒരു വിമാനാപകടം മാത്രമല്ല, ഇന്ത്യയുടെ ഹൃദയത്തെ തകർത്ത ദുരന്തം തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. സാധാരണ കാണുന്നത് പോലെ ഇത് വെറും ഒരു വിമാനാപകടമല്ല. കഴിഞ്ഞ 20 വർഷത്തിനിടെ ഇന്ത്യയുടെ ഏറ്റവും ഭീകരമായ വ്യോമ ദുരന്തമാണിത്. രാജ്യത്തിന്റെ മനസ്സിനെ കുലുക്കിയ ഒരു നിമിഷം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കാലത്ത് സ്വതന്ത്ര ഇന്ത്യയുടെ തിളങ്ങുന്ന പ്രതീകമായിരുന്ന എയർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ദുരന്തം ഒരു വലിയ വിചാരണയാണ്. 1932 JRD ടാറ്റയുടെ സ്വപ്നമായി ജനിച്ച എയർ ഇന്ത്യ. ആദ്യ വിമാനം ടാറ്റ തന്നെ പറത്തിയപ്പോൾ ലോകത്തിന്റെ മുൻപിൽ ഒരു പുതിയ യുഗം പിറക്കുകയായിരുന്നു. അവിടെ മനോഹരമായ മഹാരാജ മാസ്കോട്ടിനൊപ്പം രാജകീയമായ സേവനം വാഗ്ദാനം ചെയ്ത എയർ ഇന്ത്യ ഒരു കാലത്ത് ആ വാക്ക് കൃത്യമായി അല്ലെങ്കിൽ അങ്ങേയറ്റം ആത്മാർത്ഥമായി തന്നെ പാലിച്ചു പോന്നിരുന്നു. പക്ഷെ എവിടെയോ വഴിമാറി ആ കിരീടം താഴെ വീണു. 1953 എയർ ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ടത്. പിന്നീട് പതുക്കെ അഴിമതിയും അലസതയും വേര് പിടിച്ചതോടു കൂടി പതനം അവിടെ നിന്നും ആരംഭിച്ചു. പതുക്കെ വിമാനങ്ങൾ പഴകുകയും സേവന നിലവാരം താഴേക്ക് പോവുകയും ചെയ്തു. കമ്പനിയുടെ പ്രതിച്ഛായയും ബാലൻസ് ഷീറ്റും തകർന്നതോടുകൂടി 70,000 കോടി രൂപയിലധികം നഷ്ടം കുമിഞ്ഞുകൂടി. 2022 അതിന് ചെറിയൊരു മാറ്റം കൈവന്നു. ടാറ്റ ഗ്രൂപ്പ്, അതായത് എയർ ഇന്ത്യയുടെ ജന്മാവകാശികൾ, വിമാന കമ്പനിയെ തിരികെ വാങ്ങി. അതോടുകൂടി എല്ലാം പഴയതുപോലെ നല്ല രീതിയിലാവുമെന്ന് കരുതി. എന്നാൽ 3 വർഷം കഴിഞ്ഞിട്ടും ആ തിളക്കം തിരിച്ചെത്തിയില്ല എന്ന് മാത്രമല്ല, സേവനത്തെക്കുറിച്ചുള്ള പരാതികൾ, സാങ്കേതിക തകരാറുകൾ, വൈകുന്ന വിമാനങ്ങൾ ഇവയെല്ലാം പഴയതിനേക്കാൾ രൂക്ഷമായി തന്നെ തുടർന്നു കൊണ്ടുവരുന്നു. വരുമാനത്തിലും കൃത്യനിഷ്ഠതയിലും ചെറിയ പുരോഗതി ഉണ്ടായെങ്കിലും ഭൂതകാലത്തിന്റെ നിഴലുകൾ എയർ ഇന്ത്യയെ വേട്ടയാടിയിരുന്നു എന്ന് വേണം പറയാൻ. ഇപ്പോൾ ഈ ഭീകരമായ അപകടം വല്ലാത്തൊരു ചോദ്യചിഹ്നം അവശേഷിപ്പിക്കുന്നുണ്ട്. അത് എയർ ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചാണ്. ഇന്ന് എയർ ഇന്ത്യയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഇന്ത്യയുടെ വ്യോമയാന നിയന്ത്രണ സമിതിയായ DGCAയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതോടെ എല്ലാ വിമാനങ്ങളുടെയും സ്ഥിതി വിശദീകരിക്കുന്ന റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശവും ലഭിച്ചു. എയർ ഇന്ത്യയുടെ CEO ഒരു വേദനാജനകമായ പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്ന് എയർ ഇന്ത്യക്ക് ഒരു ദുഃഖ ദിനമാണ്. യാത്രക്കാർ, ജോലിക്കാർ, അവരുടെ കുടുംബങ്ങൾ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഹൃദയം തകരുന്നു. അവർക്ക് എല്ലാ പിന്തുണയും നൽകാനാണ് ഞങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എൻജിൻ തകരാർ, പൈലറ്റിന്റെ പിഴവ്, മെയിൻ്റെനൻസിലെ അശ്രദ്ധ, ഇതിൽ ഏതായിരുന്നു ആ ദുരന്തത്തിന് കാരണമെന്നാണ് ആർക്കും മനസ്സിലാവാത്തത്. ബ്ലാക്ക് ബോക്സ് ഒരു ദിവസം ആ സത്യം വെളിപ്പെടുത്തുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം. സത്യം പറഞ്ഞാൽ ഒരു വിമാനാപകടം ഒരു മനുഷ്യ ദുരന്തത്തെക്കാൾ കൂടുതലാണ്. ഇതൊരു കോർപ്പറേറ്റ് ഭൂകമ്പമാണ്. ഈ ഒരു ദുരന്തത്തിൽ തകർന്നടിഞ്ഞത് വിശ്വാസമാണ്. ഇതിനെ തുടർന്ന് ബുക്കിങ്ങുകൾ ഇടിയും, ഓഹരികൾ തകരും, വാർത്തകൾ രാജ്യമൊട്ടാകെ പരക്കുകയും ചെയ്യും. യഥാർത്ഥ നാശം ഭീമമായ നഷ്ടപരിഹാര തുക, ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ കുതിച്ചുചാട്ടം, കർക്കശമായ നിയന്ത്രണ പരിശോധനകൾ എന്നിവ മൂലമാണെങ്കിൽ അതിനേക്കാൾ വലിയ നഷ്ടം വിശ്വാസം തന്നെയാണ്. യാത്രക്കാർ ബ്രാൻഡിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഇനി മടിക്കുന്ന കാലമാണ് വരാൻ പോകുന്നത്. 2014 2 ദുരന്തങ്ങൾക്ക് ശേഷം കോടിക്കണക്കിന് നഷ്ടം വരുത്തി പുനർനാമകരണം ചെയ്ത മലേഷ്യ എയർലൈൻസ്, അല്ലെങ്കിൽ 2019 ഒരു അപകടത്തിന് ശേഷം എന്നേക്കുമായി നിലംപരിശാക്കിയ ഫ്ലൈ ജമൈക്ക, ഇതെല്ലാം ഇതിനുള്ള ഉദാഹരണങ്ങളാണ്. ഇതിനകം ജനങ്ങളുടെ അതൃപ്തിയാൽ തളർന്ന എയർ ഇന്ത്യ ഇപ്പോൾ ഒരു വലിയ വഴിത്തിരിവിന്റെ വക്കിലാണെന്ന് വേണം പറയാൻ. ഈ അപകടം ഒറ്റപ്പെട്ടതല്ല, ഇതൊരു തുടർക്കഥയുടെ ഭാഗം മാത്രമാണ്. ഈ വർഷം എഞ്ചിൻ തകരാർ കാരണം ബാംഗ്ലൂരുവിൽ ഒരു എയർ ഇന്ത്യ വിമാനം അടിയന്തരമായി ലാൻഡിംഗ് നടത്തിയിരുന്നു. ഡൽഹിയിലേക്ക് പോകേണ്ടിയിരുന്ന മറ്റൊരു വിമാനം ഹൈഡ്രോളിക് പ്രശ്നങ്ങൾ കാരണം റഷ്യയിലേക്ക് തിരിച്ചുവിട്ടു. വിൻഷീൽഡ് പൊട്ടി ഒരു വിമാനം താഴെ ഇറക്കി. അതേസമയം എണ്ണച്ചോർച്ച തുടർന്ന് മറ്റൊരു വിമാനത്തെ സ്റ്റോക്ക്ഹോമിൽ ഇറക്കേണ്ടി വന്നു. ഇങ്ങനെ നീളുന്നു ഈ പട്ടിക. എയർ ഇന്ത്യക്ക് ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ കഴിയുമോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. ഒരുപക്ഷെ ടാറ്റ ഗ്രൂപ്പിന്റെ സാമ്പത്തിക ശക്തിയും സ്വാധീനവും ഒരു ലൈഫ് ലൈൻ വാഗ്ദാനം ചെയ്യും. എയർലൈൻ ഇപ്പോഴും വിലപ്പെട്ട അന്താരാഷ്ട്ര റൂട്ടുകളും ഇന്ത്യൻ ഹൃദയത്തിൽ ഒരു നൊസ്റ്റാൾജിയ സ്ഥാനവും കൈവശം വെച്ചിട്ടുണ്ട്. എന്നാൽ നൊസ്റ്റാൾജിയ മാത്രം സീറ്റുകൾ നിറയ്ക്കുന്നില്ല. സുരക്ഷയും വിശ്വാസ്യതയുമാണ് വേണ്ടത്. ഈ ദുരന്തം എല്ലാറ്റിൻ്റെയും പരിധി ഉയർത്തുന്നു തന്നെയാണ്. നിയന്ത്രകർ കർശന നടപടികൾ സ്വീകരിക്കും. ഇൻഷുറൻസ് കമ്പനികൾ കഴുകന്മാരെ പോലെ വട്ടമിടും. ലോക വ്യോമയാന സംഘടനകൾ ഇത്തരം ആവശ്യപ്പെടും. യാത്രക്കാർ മറ്റ് വിമാന കമ്പനികളിലേക്ക് പതിയെ ചേക്കേറും. ഒരുപക്ഷെ ഈ ദുരന്തം മാറ്റത്തിന് വഴിയൊരുക്കിയേക്കാം. 570 പുതിയ വിമാനങ്ങൾക്കുള്ള അവരുടെ സമീപകാല ഓർഡർ പോലെ
ടാറ്റകൾക്ക് അവരുടെ പദ്ധതികൾ ത്വരിതപ്പെടുത്താനും വിശ്വാസം പുനർനിർമ്മിക്കുന്നതിന് സുരക്ഷയ്ക്ക് മുൻഗണന നൽകാനും കഴിയും. പക്ഷേ ചരിത്രം പഠിപ്പിക്കുന്നത് ഇത്തരം പുനർജനനം അപൂർവമാണെന്നാണ്. സാമ്രാജ്യങ്ങളെപ്പോലെ വിമാന കമ്പനികൾക്കും ഒരു കാലാവധിയുണ്ട്. എയർ ഇന്ത്യ തീയിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു പറക്കുമോ, അതോ ഭൂതകാലത്തിന്റെ ഭാരത്തിൽ അത് തകരുമോ? ധൈര്യപൂർവ്വമുള്ള നടപടികളും കാലവും മാത്രമേ ഇതിന് ഉത്തരം നൽകാനാവൂ.